ഇ.പി. ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ CPIക്ക് കടുത്ത അതൃപ്തി. തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഇ.പിയുടെ തുറന്നു പറച്ചിൽ മുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു എന്നാണ് CPIയുടെ നിലപാട്. LDF കൺവീനർ സ്ഥാനത്ത് ഇ.പി. ജയരാജൻ തുടരുന്നതിലും എതിർപ്പുണ്ട്. വിവാദങ്ങൾക്കിടെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെ ചേരുകയാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്, ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, നാളെ CPIന്റെ നിർണായകമായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. കാരണം ഈ യോഗത്തിൽ ഇ.പി. ജയരാജൻ വിശദീകരണം നൽകുമെന്നൊക്കെയുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. ഈ ഇ.പി. ജയരാജന്റെ BJP ബാന്ധവം സംബന്ധിച്ച് ഉയർന്നു വന്നിരിക്കുന്ന ആക്ഷേപങ്ങളിൽ എന്താണ് ഘടകകക്ഷികളുടെ, പ്രത്യേകിച്ച് CPIയുടെ നിലപാട്? ഏത് തരത്തിലുള്ള എതിർപ്പാണ് ഇ.പി. ജയരാജൻ ഇടതുമുന്നണി കൺവീനറായി തുടരുന്നതിൽ CPI ഉയർത്തുന്നത്? ഗോപികൃഷ്ണൻ, നിർണായകമായ തെരഞ്ഞെടുപ്പ് ദിവസം BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന LDF കൺവീനർ ഇ.പി. ജയരാജന്റെ ആ നിലപാടിനെതിരെ ഘടകകക്ഷികൾ അടക്കം ഒന്നടങ്കം വിയോജിപ്പുണ്ട്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ആ നിലപാട് തെരഞ്ഞെടുപ്പ് ദിവസം ചർച്ചയായി എന്നുള്ളതാണ് LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും വലിയ ഘടകകക്ഷിയായിട്ടുള്ള CPIയുടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിലപാട്. ഇപ്പോൾ കടുത്ത അതൃപ്തിയുമായി CPI തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. CPI ഇക്കാര്യത്തിൽ പറയുന്നത് ഇ.പിയുടെ തുറന്നുപറച്ചിൽ മുന്നണിയുടെ വിശ്വാസ്യതയെ ബാധിച്ചു. കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് അതായത് LDF ഉയർത്തിയിട്ടുള്ള സകല പ്രചാരണത്തെയും റദ്ദു ചെയ്യുന്ന സമീപനമായി പോയി ഇ.പി. ജയരാജന്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളതാണ് CPIയുടെ ഇക്കാര്യത്തിലെ അഭിപ്രായം. ഇ.പി. ജയരാജൻ CPM നേതാവ് മാത്രമല്ല, ഇടതുമുന്നണി കൺവീനർ കൂടിയാണെന്നും പോളിംഗ് ദിവസം രാവിലെ കുറ്റസമ്മതം നടത്താൻ പാടില്ലായിരുന്നുവെന്നും CPI ഇക്കാര്യത്തിൽ വിലയിരുത്തുന്നുണ്ട്. വിവാദം CPMന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമായിരുന്നില്ലെന്നും CPIക്ക് നിലപാടുണ്ട്. കൺവീനർ സ്ഥാനത്ത് ഇ.പി. തുടരുന്നതിലും CPIക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഈ നിലപാടുള്ളയാൾ LDF കൺവീനറായി തുടർന്നാൽ സ്വാഭാവികമായും അത് മുന്നണിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളെ നെഗറ്റീവായി ബാധിക്കും എന്നുള്ളതാണ് CPIക്ക് ഇക്കാര്യത്തിലുള്ള അഭിപ്രായം. CPIM നടപടിയെടുത്തില്ലെങ്കിൽ ഇ.പി. ജയരാജനെതിരെ CPI നടപടിക്ക് ആവശ്യപ്പെടുമെന്നും ഇപ്പോൾ CPI നേതാക്കളുടെ ഭാഗത്ത് നിന്ന് അഭിപ്രായമായി ഉയരുന്നുണ്ട്. അടുത്ത മുന്നണി യോഗത്തിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ CPI വ്യക്തമായി ഉയർത്തുകയും ചെയ്യും. CPI കൂടാതെ മറ്റു ഘടകകക്ഷികൾക്കും ഇക്കാര്യത്തിൽ വലിയ എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട ചർച്ച മുതൽ ഇ.പി. ജയരാജൻ എടുത്ത നിലപാട് സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നണിക്കുള്ളിൽ വലിയ തരത്തിലുള്ള വിമർശനത്തിന് വഴിവെച്ചിരുന്നു. പക്ഷേ അതിന്റെ എൻഡിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും വളരെ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ദിവസം വലിയ തിരിച്ചടിയായി ഇ.പി. ജയരാജന്റെ നിലപാട് മാറി എന്നുള്ളതും ഘടകകക്ഷികൾ ഇപ്പോൾ ഒരു അഭിപ്രായമായി പറയുന്നുണ്ട്. ഏതായാലും നാളെയാണ് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. ആ യോഗത്തിൽ ഇ.പി. ജയരാജന്റെ നിലപാട് ചർച്ച ചെയ്യും. ഇ.പി. ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് തുടരുമോ അതോ സ്വയം ഒഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷേ അന്തിമ തീരുമാനം നാളെ ഉണ്ടാക്കും. CPIM നേതൃത്വത്തിലും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. മുഖ്യമന്ത്രിയുടെ പരസ്യ ശാസനയ്ക്കപ്പുറം ഇക്കാര്യത്തിൽ കടുത്ത നിലപാട് വേണം എന്ന് വാദിക്കുന്ന CPIMലെ ചില മുതിർന്ന നേതാക്കളുമുണ്ട്. ഏതായാലും അക്കാര്യത്തിൽ അന്തിമ തീരുമാനം നാളെ ചേരുന്ന CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരിക്കും ഉണ്ടാവുക. നാളെ ഒരു പക്ഷേ ഇ.പി. ജയരാജൻ നേരിട്ട് യോഗത്തിൽ പങ്കെടുത്ത പാർട്ടി നേതൃത്വത്തിന് വിശദീകരണം നൽകിയേക്കും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇ.പി. ജയരാജന്റെ ഈ നേതാക്കളെ കാണുന്നതിൽ കുഴപ്പമില്ല എന്നുള്ള നിലപാട് അത് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദനാണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തെങ്കിൽ കൂടി ദല്ലാൽ നന്ദകുമാറിനെ പോലെയുള്ള ആളുകളുമായുള്ള ബാന്ധവം അത് പാർട്ടി രീതികൾക്ക് ശരിയല്ല, ഉചിതമല്ല എന്നുള്ളൊരു പൊതു വിലയിരുത്തലാണ് ഇപ്പോൾ CPIMനുള്ളത്. ഗോപികൃഷ്ണൻ. ശരി, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ബി ദിലീപ് കുമാർ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ്, ഇതിപ്പോൾ ഈ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് ഇ.പി. ജയരാജന് തുടരാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു വലിയ സമ്മർദ്ദമായി മുന്നണിക്കകത്തെ CPI അടക്കമുള്ള ഘടകകക്ഷിയുടെ എതിർപ്പ് മാറുന്നുണ്ടോ? ഇനി ഒരു തരത്തിലും ഇ.പി. ജയരാജനെ പാർട്ടിക്ക് സംരക്ഷിച്ചു നിർത്താൻ കഴിയില്ല എന്ന തരത്തിലേക്ക് ഈ വിവാദം വഴിമാറിയിട്ടുണ്ടോ? ഗോപി, ഇ.പി. ജയരാജനെതിരെ നടപടി ആവശ്യമില്ല എന്നൊക്കെ CPIMലെ ചെറു ന്യൂനപക്ഷം പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ നടപടി വേണം എന്ന ആവശ്യമാണ് ബഹുഭൂരിപക്ഷം നേതാക്കൾക്കുമുള്ളത്. പ്രത്യേകിച്ച് തുടർച്ചയായി ഇ.പി. ജയരാജൻ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. അത് CPIMനും ഇടതുമുന്നണിക്കും പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടം വരുത്തുന്നു. അതുകൊണ്ട് ഇ.പി. ജയരാജനെതിരായ നടപടി വേണം എന്ന നിലപാട് CPIMലെ പ്രബല വിഭാഗത്തിനുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. കാരണം ഇ.പി. ജയരാജൻ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. സംഘടനാപരമായി സംസ്ഥാന സെക്രട്ടേറിയറ്റിനേക്കാൾ ഉയർന്ന ഘടകത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇ.പി. ജയരാജനെതിരായ നടപടിയുടെ കാര്യത്തിൽ കേന്ദ്ര നേതൃത്വമായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിൻ്റെ വികാരം CPIM കേന്ദ്ര നേതൃത്വത്തിന് പരിഗണിക്കേണ്ടി വരും. അത് നേരത്തെ മുതലുള്ള വിവാദങ്ങൾ, അതുമാത്രമല്ല ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇ.പി. ജയരാജൻ സൃഷ്ടിച്ച വിവാദം അത് ഒരുപക്ഷെ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായേക്കുമോ എന്ന വിലയിരുത്തൽ പോലും CPIM നേതാക്കൾക്കുണ്ട്. കോൺഗ്രസിൽ നിന്ന്
BJP-യിലേക്ക് നേതാക്കൾ പലരും പോകുന്നതിനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പ്രചരണായുധമാക്കിയാണ് CPIM-ഉം ഇടതുമുന്നണിയും ഉയർത്തിക്കാട്ടിയിരുന്നത്. എന്നാൽ വോട്ടെടുപ്പ് ദിവസം EP ജയരാജൻ കലമുടച്ചു എന്ന അഭിപ്രായമാണ് CPIM-ലെ പ്രബല വിഭാഗം നേതാക്കൾക്കുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പരസ്യ ശാസനയിലൂടെ ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു. EP ജയരാജന്റെ സൗഹൃദവുമായി ബന്ധപ്പെട്ടാണെന്ന് പിണറായി വിജയൻ ഈ പരസ്യ ശാസന രൂപത്തിൽ അക്കാര്യം അഭിപ്രായപ്പെട്ടതെങ്കിലും ഫലത്തിൽ അത് EP ജയരാജനെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ്. എന്നാൽ ഈ ഘടകത്തിൽ എന്തായിരിക്കും, ഈ ചർച്ച ചെയ്യുന്ന ഘടകത്തിൽ എന്തായിരിക്കും പിണറായി വിജയൻ സ്വീകരിക്കുന്ന നിലപാട് എന്നതാണ് നിർണായകമായ കാര്യം. നേരത്തെയൊക്കെ EP ജയരാജനുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉണ്ടായപ്പോൾ സംരക്ഷകന്റെ റോളിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. സംസ്ഥാന കമ്മിറ്റിയിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട് കണ്ണൂരിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു പ്രമുഖ നേതാവ് P ജയരാജൻ EP ജയരാജനെതിരെ ആരോപണം ഉന്നയിക്കുന്ന നിലയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയിരുന്നു. അന്നും EP ജയരാജന് വലിയ സംഘടനാപരമായ ഏതെങ്കിലും നടപടി നേരിടേണ്ടി വന്നില്ല. അതിനും മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു സംരക്ഷകൻ എന്ന അഭിപ്രായമുണ്ടായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷം ഈ EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിലൂടെ ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. ഈ വിവാദത്തിലും EP-യെ സംരക്ഷിക്കുന്ന നിലപാടാണ് പിണറായി വിജയൻ സ്വീകരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും അത് പ്രതിപക്ഷ ആരോപണം സാധൂകരിക്കും വിധമാകും. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു നടപടി വേണം എന്ന നിലപാട് CPIM-ൽ വളരെ ശക്തമായി വരികയാണ്. അത് CPIM-ൽ മാത്രമല്ല CPI-ക്കും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. EP ജയരാജൻ കൺവീനർ ആയതിനു ശേഷം ഇടതുമുന്നണിയുടെ പ്രവർത്തനം, യോഗങ്ങൾ ഇവയൊന്നും പഴയതുപോലെ ഫലപ്രദമല്ല എന്ന നിലപാട് മുമ്പേ തന്നെ CPIക്ക് ഉള്ളതാണ്. ഇപ്പോഴത്തെ ഈ വിവാദം അത് CPIM-ന്റെ മാത്രം ആഭ്യന്തര കാര്യമല്ല, അത് ഇടതുമുന്നണിയുടെ പ്രതിച്ഛായയെ ആകെ ബാധിക്കുന്നതാണ് എന്ന നിലപാടാണ് CPI നേതൃത്വത്തിനുള്ളത്. അതുകൊണ്ട് അവരുടെ അതൃപ്തിയും CPIയുടെ കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഈ അതൃപ്തി CPIM-നെ അറിയിക്കുന്നതിനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും ഇപ്പോഴത്തെ വിവാദത്തിൽ EP ജയരാജന് അത്ര വേഗം തലയൂരുക സാധ്യമല്ല എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. ഗോപി, ദിലീപ്, ഈ നിലയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് തുടരുന്നതിൽ EP ജയരാജന് ധാർമ്മികമായ അവകാശം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരിക്കുന്ന ഈ വിവാദം എല്ലാ മണ്ഡലങ്ങളിലും ഒരുപോലെ ബാധിച്ചുവെന്നും ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണെന്നുമൊക്കെയുള്ള ശക്തമായ അഭിപ്രായം CPI ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ ഇടതുമുന്നണി യോഗത്തിൽ ഇതിനെതിരെ ഒരു നടപടി വേണമെന്നൊക്കെ CPI ആവശ്യപ്പെടാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നാണ് ഷഫീദ് പറഞ്ഞത്. അപ്പോഴങ്ങനെയാണെങ്കിൽ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഒഴിയേണ്ടി വരുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്നുണ്ടോ? അങ്ങനെ ഒരു സമ്മർദ്ദം EP ജയരാജന് മുകളിൽ വരുമോ? ഗോപി, EP ജയരാജൻ ഇടതുമുന്നണി കൺവീനർ എന്ന നിലയിൽ, അതുകൊണ്ട് തന്നെ ഈ പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അതിന് വളരെ നിർണായകമായ പ്രാധാന്യമാണുള്ളത്. ഒരു മുന്നണി കൺവീനർ, പ്രത്യേകിച്ച് BJP-യെ നഖശിഖാന്തം എതിർക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ്, അതുമാത്രമല്ല അത്തരത്തിൽ BJP വിരുദ്ധ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ, LDF-ന്റെ സംസ്ഥാന കൺവീനർ എന്ന നിലയിൽ കൂടി EP ജയരാജൻ ആ നിലയിൽ ഉയർന്നു പ്രവർത്തിക്കേണ്ടതായിരുന്നു. ഈ കൂടിക്കാഴ്ച രഹസ്യമാക്കി വെക്കുകയാണ് EP ജയരാജൻ ചെയ്തത്. അത് പാർട്ടിയെ ഈ നിലയിൽ ഒരു സംശയ നിഴലിലേക്ക് എത്തിക്കുകയും പാർട്ടി നേതാക്കളോട് ഇക്കാര്യം അറിയിക്കാതിരിക്കുകയും ചെയ്തതിലൂടെ EP ജയരാജൻ വലിയ കുറ്റമാണ് ചെയ്തത് എന്ന അഭിപ്രായം CPIM നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് EP ജയരാജനെ നീക്കുകയോ അല്ലെങ്കിൽ ഈ നടപടിക്ക് കാത്തു നിൽക്കാതെ EP ജയരാജൻ സ്വമേധയാ അദ്ദേഹം കൺവീനർ സ്ഥാനം രാജിവെക്കുകയോ അല്ലെങ്കിൽ പാർട്ടിയിൽ ഒരു നീണ്ടകാലത്തെ അവധിക്ക് അപേക്ഷിക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പോഴുണ്ട്. പക്ഷേ ഏതായാലും CPIM നിലപാടാണ്. ഇടതുമുന്നണി ഘടകകക്ഷികൾക്ക് പോലും ഈ ആവശ്യം, CPI മാത്രമാണ് ഇക്കാര്യത്തിൽ ഇപ്പോഴുള്ള അതൃപ്തി അറിയിച്ചിട്ടുള്ളത്. മറ്റ് ഘടകകക്ഷികൾ, ചെറിയ ഘടകകക്ഷികളൊക്കെ ഇക്കാര്യത്തിൽ CPIM തന്നെ ഒരു തീരുമാനം എടുക്കട്ടെ എന്ന നിലപാടുകാരാണ്. അതുകൊണ്ട് CPIM-ന് ഏതായാലും ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് EP ജയരാജൻ തുടരുന്നതിൽ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നേക്കും. ഗോപി, ഏതായാലും ഈ വിവാദം EP ജയരാജൻ ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഒഴിയേണ്ടി വരുന്ന അല്ലെങ്കിൽ അവധിക്ക് പോകേണ്ടി വരുന്ന തരത്തിലേക്ക് ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നു. അങ്ങനെ അതിലൊരു തീരുമാനം CPM-ന് എടുക്കേണ്ടി വരുന്ന സാഹചര്യവും സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും അതോടൊപ്പം B ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നുമാണ് വിവരങ്ങൾ നൽകിയത്.